പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ദൈവമകൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഷ്ടതയിലും പ്രത്യാശയോടിരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അങ്ങനെ നമ്മെ സഹായിപ്പാൻ അവനൊരുക്കുമാണ്. അവനോട് ചേർന്ന് വസിക്കുമ്പോൾ ജീവിതത്തിൽ അസാധ്യമായ പല സംഗതികളും സാധ്യമാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1 and 2. ആകയാൽ പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന നടപ്പിൽ ഒരു വ്യത്യാസം വരേണ്ടത് ആവശ്യമാണ്. സാധാരണ പറയാറുള്ള ഒരു പറച്ചിലുണ്ടല്ലോ, ക്യാരക്ടർ ഈസ് ഹൂ വി ആർ ആൻഡ് വാട്ട് വി ഡു വെൻ നോ വൺ ഈസ് ലുക്കിംഗ്. ശരിക്കും ഒരാളുടെ സ്വഭാവം ആരും കാണാതിരിക്കുമ്പോൾ നാം ആരാണെന്നും നാം എന്താണ് ചെയ്യുന്നതെന്നും വെളിവാക്കുന്നതാണ്. എ ബിറ്റ് സിംപ്ലിസ്റ്റിക് പെർഹാപ്സ് ബട്ട് ട്രൂ നൺലെസ്. എന്നാൽ ഇതിലും വലിയ അർത്ഥത്തിലാണ് ബൈബിള് നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നത്. അതൊരു ജീവിതമാണ്. ആ ജീവിതത്തിൽ നിറഞ്ഞു പോകുന്നത് ഗലാത്യർ 5-ാം അധ്യായത്തിൻ്റെ 22-23 കാണുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ വായിക്കുന്ന കാര്യങ്ങളാണ് ആ ജീവിതത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്നത്. അതെന്തുമായിരിക്കും? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതൊക്കെ ആയിരിക്കും. ഇത് ഏറ്റവും പെർഫെക്റ്റ് രീതിയിൽ എക്സംപ്ലിഫൈ ചെയ്ത് കാണുന്നത് നാം യേശു കർത്താവിൽ മാത്രമേ ഉള്ളൂ. അവൻ്റെ ക്യാരക്ടറിൽ മാത്രമേ ഉള്ളൂ യേശു കർത്താവിൻ്റെ ക്യാരക്ടർ. ഹിസ് ക്യാരക്ടർ ഈസ് ദ വൺ ആൻഡ് ദ ഓൺലി to which we hold up all others, beginning with ourselves. നമ്മുടെ എല്ലാ ഭാഗങ്ങളും ജീവിതത്തിൻ്റെ, നമ്മുടെ തന്നെ എല്ലാ കാര്യങ്ങളും ദൈവവും പാകെ നാം സമർപ്പിച്ചു കൊടുക്കണം. ഫുൾ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കണം. ഗിവിങ് ഹിം ഫുൾ കൺട്രോൾ. പറ്റുമോ? നമ്മെ തന്നെ ത്യജിച്ചെങ്കിലേ അതിന് പറ്റത്തുള്ളൂ. അവൻ്റെ ക്രൂശ് എടുത്തെങ്കിലേ നമുക്കത് പറ്റത്തുള്ളൂ. ദിനംതോറും നാം അത് ചെയ്യേണ്ടതാണ്. ദിനംതോറും ദൈവത്തിൻ്റേതല്ലാത്ത സംഗതികളോട് നാം നോ പറയാൻ പഠിക്കണം. ദിനംതോറും അവൻ്റെ പ്ലാനും പേർപ്പസും നമ്മെക്കുറിച്ച് എന്താണോ ഉള്ളത് അതിന് യേസ് പറയാൻ നാം പഠിപ്പിക്കണം. നാച്ചുറലി അതൊക്കെ ഫോം ചെയ്ത് വരുന്നത് എൻഡ്യൂറൻസിൽ നിന്ന്, സഹിഷ്ണുതയിൽ നിന്ന് അതെല്ലാം ഫോം ചെയ്ത് വരുന്നത്. നമ്മളെ സഹിഷ്ണുതകളൊക്കെ പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, സഹിച്ച് മുന്നോട്ട് വരുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങളെ ഒന്നും നോക്കാതെ നമ്മുടെ മുഴുവൻ ആശ്രയവും ദൈവത്തിൽ തന്നെ ഇടുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നാം അനുവദിക്കുമ്പോൾ, അവൻ നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്തിട്ട് മുകളിൽ ഞാൻ പറഞ്ഞ ഗുണഗണങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുവാൻ്റെ ഗുണം അവൻ അനുവദിക്കും. അവൻ്റെ പോലെ നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ആയിത്തീരും. ലിറ്റിൽ ബൈ ലിറ്റിൽ, ഡേ ബൈ ഡേ അവൻ അനുവദിക്കും. അതിനവൻ നമ്മെ സഹായിക്കും. അതിന് പ്രത്യാശ വേണ്ടേ? അങ്ങനെയുള്ളൊരു പ്രത്യാശ കുഞ്ഞെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ ഹാർഡ് സീസണിലും ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ സ്വഭാവത്തിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ വരുത്തുവാൻ നീ എന്നെ സഹായിക്കണമെന്ന്. ദൈവത്തിൻ്റെ അൺഎൻഡിങ് പേഷ്യൻസ് ഉണ്ടല്ലോ,
കൃപയ്ക്കുണ്ടല്ലോ ഒന്ന് നന്ദി പറയാൻ പറ്റുമോ? കർത്താവ് ഒരു പ്രവൃത്തി നമ്മൾ ആരംഭിച്ചാൽ അവനത് പൂർത്തീകരിക്കും. അത് പൂർത്തീകരിക്കുവാൻ തക്കൊണ്ട് അവൻ വിശ്വസ്തന. നമ്മെപ്പോലെ അവൻ എന്താഗ്രഹിക്കുന്നു, അവനെപ്പോലെ ആയിത്തീരണമെന്ന് നമ്മെക്കുറിച്ച് അവൻ ആഗ്രഹിക്കുന്നു. അതിന് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒപ്റ്റിമിസ്റ്റിക് മൈൻഡ്, പോസിറ്റീവായിട്ട് മാത്രമേ സംഗതികൾ തീരത്തുള്ളൂ എന്ന് ഉള്ള ഒരു മൈൻഡ് സെറ്റിനാണ് നമ്മൾ പ്രത്യാശയുള്ള മൈൻഡ് എന്ന് പറയുന്നത്. ഹോപ്പുള്ള മൈൻഡ്, ഹോപ്പ്ഫുള്ളാണ് നമ്മളെന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഹോപ്പ് ഈസ് ദ കോൺഫിഡൻറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് വാട്ട് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് ആൻഡ് ഇറ്റ്സ് സ്ട്രെങ്ത് ഈസ് ഇൻ ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായോ? ധൈര്യത്തോടുകൂടി ഒരു പ്രതീക്ഷയുണ്ട്. ദൈവം പ്രോമിസ് ചെയ്ത് അവൻ ചെയ്യുമെന്ന്. അതിൻ്റെ ശക്തി റെസ്റ്റ് ചെയ്യുന്നത് അവൻ്റെ വിശ്വസ്തതയിലുമാണ്. ഹോപ്പെന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമല്ല, അതൊരു വിഷല്ല, അൺസേർട്ടനായിട്ടുള്ളൊരു സംഗതിയുമല്ല. നിശ്ചയമായിട്ട് യേശു കർത്താവിൻ്റെ പ്രോമിസിൽ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായാൽ അത് ഫെയിൽ ചെയ്യത്തില്ല, വേവർ ചെയ്യത്തില്ല. കാരണം യേശു കർത്താവിന് വ്യത്യാസം വരും അവൻ്റെ സ്വഭാവത്തിന്. യേശു മാറാത്തവൻ നമ്മൾ പാടുന്നവരാ അല്ലേ? ആ യേശുവിലുള്ള വിശ്വാസമാണ് നമ്മെ ജീവനുള്ളവരായിട്ട് നിലനിർത്തുന്നത്. എന്തൊക്കെ ഈ ലോകത്തിൽ വന്നാലും ഞാൻ പറയട്ടെ, കൗണ്ടർ കൾച്ചറൽ അഷ്വറൻസാണ് ദൈവം ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി ചെയ്യുമെന്നുള്ളത്. പക്ഷേ അതിങ്ങനെ ആയിരിക്കും, ഇൻ ഹിസ് ടൈം ആൻഡ് ഇൻ ഹിസ് വേ. അവൻ്റെ സമയത്തുമായിരിക്കും, അവൻ്റെ വഴിയിലുമായിരിക്കും. അത് മതിയല്ലേ ദൈവം ഇതിലേ. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ശക്തിയിൽ നാം ആശ്രയിച്ചു പോവും. അങ്ങനെ വന്നാൽ പ്രത്യാശയ്ക്ക് വേണ്ടി പിന്നെ നമ്മൾ ഫൈറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. ലിമിറ്റ്ലെസ്സായിട്ട് നമ്മെ സഹായിക്കാൻ കഴിവുള്ളൊരു ദൈവമാണ്, നല്ലവനായൊരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. അതുകൊണ്ട് അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന ചില അറിവുകൾ വെച്ചുകൊണ്ട് അതിൽ റെസ്റ്റ് ചെയ്യുവാൻ വിട്ടുകൊടുക്കരുത്. ആരിൽ ഡിലൈറ്റ് ചെയ്യണം? യേശു കർത്താവിൽ ഡിലൈറ്റ് ചെയ്യണം. യേശു കർത്താവിൽ നമ്മുടെ സന്തോഷം ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ശുഭകരമായി നമ്മെ അഭ്യസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിപ്പാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരിക്കലും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നാം മറഞ്ഞു നിൽക്കരുത്. കർത്താവിൻ്റെ സ്നേഹം അൺഎൻഡിങ് സ്നേഹമാണ്, പെർഫെക്റ്റായിട്ട് ഉള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. ആ സ്നേഹത്തിന് ഒരു മാറ്റവും വരത്തില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ദൈവത്തിലെ ഭയം വേണ്ടിനിയും കേട്ടോ. ജീവിതത്തിൻ്റെ മുമ്പിൽ എന്തൊക്കെ വന്നാലും യേശുവിൻ്റെ സ്നേഹത്തെ സംശയിക്കാൻ പോകരുത്. സഫറിങ് നിന്നെ വന്ന് ഹിറ്റ് ചെയ്താലും, നീ ഒറ്റയ്ക്ക് നടക്കേണ്ടി വന്നാലും, നിനക്ക് തോന്നുന്നതാണ് നീ ഒറ്റയ്ക്കാന്ന് കേട്ടോ. ദൈവം ഇതിലെ യേശു നിന്നോട് കൂടെ ഉണ്ട്. യേശുവിൻ്റെ പേരെന്തുവാ? ഇമ്മാനുവേൽ. എന്തുവാ അതിൻ്റെ അർത്ഥം? ഗോഡ് വിത്ത് അസ്. യേശു നമ്മോടുകൂടെ ഉണ്ടെന്ന്. പിന്നെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ദിവസം സമയം മാറ്റി വെച്ച് അവൻ്റെ സ്നേഹത്തെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. ഫുള്ളായിട്ട് അവനിൽ സറണ്ടർ ചെയ്ത് ജീവിപ്പാൻ്റെ കൊണം കഴിയണം. യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വായിക്കുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ്റെ കൊണം ഇടയാകും. അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുക. കർത്താവ് കൂടെ ഇരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഉറച്ച വിശ്വാസത്തോടെ പ്രത്യാശയിൽ പുറകോട്ട് പോകുന്നവരായിട്ടല്ല,
ഞങ്ങളുടെ പ്രത്യാശ ദിനം തോറും വർദ്ധിച്ചു വരുന്നതായി തീരുവാൻ, ആ വർദ്ധിച്ച പ്രത്യാശയിൽ പൂർണ്ണസ്ഥിരതയോടെ നിൽപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ജയകരമായ ക്രിസ്തു ജീവൻ നയിപ്പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. എല്ലാ മഹത്വവും അങ്ങയ്ക്ക്. ആമേൻ.